പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 11 ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ കർത്താവ് കാത്തു പരിപാലിച്ചത്. കഴിഞ്ഞ പ്രഭാതം മുതൽ ആമേൻ സായങ്കാലം വരെ ദൈവം അത്ഭുതമായി നമ്മളെ തണുത്തി തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ സൂക്ഷിച്ചു. പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ച് അത്ഭുതകരമായി കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സന്തോഷത്തോടെ അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കരങ്ങൾ ഉയർത്തി പറ, കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, അതിശയകരമായി നടത്തിയതിന് സ്തോത്രം, ശ്രേഷ്ഠകരമായി നടത്തിയതിന് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങിയത്. ദൈവകൃപയാൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ? കൈ ഉയർത്തി പിടിച്ചോണ്ട് പറ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയത് ദൈവത്തിൻ്റെ കൃപയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു. താങ്ക് യു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഈ പകൽക്കാലം അമേൻ അമേൻ രാവിലെ ഉണർത്തി ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തും. അതിനായിട്ട് നമുക്ക് വിശ്വാസത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതോർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, 71 സങ്കീർത്തനം 14 വാക്യം, ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ കർത്താവിനെ സ്തുതിക്കും. ആമേൻ. ഞാൻ മേൽക്കുമേൽ കർത്താവിനെ സ്തുതിക്കും. ആമേൻ. 22 വാക്യം ഇങ്ങനെ പറയുന്നത്, എൻ്റെ ദൈവമേ, ഞാനും വീണ കൊണ്ട് കർത്താവിനെയും കർത്താവിൻ്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതി പാടും. ആമേൻ. 23, കർത്താവിന് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും കർത്താവ് വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് ഒരുക്കി തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ സമയത്ത് ഈ പ്രിയപ്പെട്ട ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ വലിയ കൃപയുണ്ടാകണം. അപ്പോൾ ഇന്ന് തന്നെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയം എന്തു തന്നെയാണെങ്കിൽ അതിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ അത്ഭുതം നടക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതം ഇന്ന് പകൽക്കാലം നടക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പെടാനുള്ള സൗഖ്യം ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. അവരുടെ ശരീരം പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് ആമേൻ, തൊണ്ടയ്ക്ക് മുഴ വന്നിട്ട്, ആമേൻ, അത് തൈറോയിഡ് മുഖാന്തരമായാലും എന്ത് കാരണത്താലുള്ള മുഴയാണെങ്കിലും ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് ഡിസപ്പിയർ ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റിമൂവ് ആയി പോകട്ടെ. വേരോടെ അത് പറഞ്ഞു പോകട്ടെ. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് വേരോടെ പറഞ്ഞു പോകട്ടെ. അതുപോലെ ആമേൻ, മൂത്രം പോകാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എന്ത് കാരണത്താലാണെങ്കിലും അതിന്മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. ആമേൻ ആമേൻ. യേശുവിൻ നാമത്തിൽ അത്ഭുതം ആമേൻ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആമേൻ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ശരീരത്തെ ഏത് ഭാഗത്തും മുഴയുള്ളവരും അവിടോട്ട് കൈവച്ചിട്ട് പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ തടിപ്പ്, ആ മുഴ അപ്രത്യക്ഷമായി പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമായി പോകട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ വേരോടെ പറഞ്ഞു പോട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവ് ഈ പ്രഭാതത്തിൽ ആമേൻ, കുടുംബജീവിതം തകരാറിലായി താറുമാറായിരിക്കുന്നവർ അങ്ങനെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ആമേൻ ആമേൻ. ശിഥിലമായി പോകുവാൻ അനുവദിക്കാതെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് യഥാസ്ഥാനപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കുടുംബജീവിതം യഥാസ്ഥാനപ്പെടട്ടെ. കർത്താവിൻ്റെ അത്ഭുതം അവിടെ നടക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ അത്ഭുതം അവിടെ നടക്കുന്നതിന് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവപ്രവൃത്തി നടന്നു
വന്നിരിക്കുന്നതിന് സ്തോത്രം. അവരെ ഉപയോഗിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ, അത്ഭുതകരമായി തീരട്ടെ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ കർത്താവ് ഇടവരുത്തത്തിനായിട്ട് സ്തോത്രം. ബോർഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ. ദൈവിക ജ്ഞാനവും ദൈവിക ബുദ്ധിയും അവരിൽ ഇപ്പോൾ ആമേൻ ജ്വലിക്കുവാൻ ഇടവരട്ടെ. കർത്താവ് പ്രവർത്തിച്ച് കഴിഞ്ഞതിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവ് അനുവദിച്ച രാവിലെ ഇന്ത്യൻ സമയം 11:30 മുതലാണ് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത്. ആമേൻ. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. യഹോവയുടെ സന്നിധിയിലിരിക്കുന്നത് നമ്മളെ ശക്തിയെ പുതുക്കുവാനും പറന്നുയരുവാനും കാരണമാകും. അതുകൊണ്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞ് കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. അതിൻ്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഗദ്രദേശത്ത് യേശു കർത്താവ് അവിടെ ചെല്ലുകയും അവിടെ നാളുകളായി പൈശാചിക ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന ആ ചെറുപ്പക്കാരൻ വിടുതൽ പ്രാപിക്കുകയും ചെയ്തു. ആമേൻ. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഏത് വിഷയമാണെങ്കിലും, എത്ര കഠിനമേറിയ വിഷയമാണെങ്കിലും, എത്ര പഴക്കമേറിയ വിഷയമാണെങ്കിലും നമ്മുടെ കർത്താവിന് കഴിയാത്തതായ ഒരു കാര്യവും ഇല്ല. കൈകൾ ഉയർത്തി ഒരു ആമീൻ പറഞ്ഞ്. ആമേൻ. ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുക, പഴക്കമേറിയ വിഷയമാകാം, കഠിനമേറിയ വിഷയമാകാം, ആരെക്കൊണ്ടും പരിഹരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ വിശ്വാസത്തോടെ ആ കൈ ഉയർത്തി, യേശുവേ അങ്ങേക്ക് സാധ്യമാണ്, അങ്ങ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും അതിനകത്ത് അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ആമേൻ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം വന്ന് ചെറുപ്പക്കാരൻ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ യേശു പടക് കയറി അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. ഓർത്തു നോക്കി അവൻ്റെ ആ സ്നേഹം. അവനെ വിടുവിച്ച കർത്താവിൻ്റെ കൂടെ അവനും കൂടെ പോകാൻ അങ്ങ് തീരുമാനിച്ചു. പലരും വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ കർത്താവിനെ മറക്കുന്ന ഒരു പതിവാണ്. പിന്നെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നതും പ്രാർത്ഥനയ്ക്ക് പോകുന്നതും കൂട്ടായ്മയ്ക്ക് പോകുന്നതും ദൈവവചനം വായിക്കുന്നതും ഒന്നും പിന്നെ ഓർക്കത്തില്ല. ആ രോഗസൗഖ്യം കിട്ടുന്നത് വരെ, ആ പ്രശ്നം മാറുന്നത് വരെ കർത്താവിനോട് ഭയങ്കര സ്നേഹമായിരിക്കും. എന്നാൽ പ്രശ്നം മാറി, പ്രയാസങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ പലരും കർത്താവിനെ അങ്ങ് മറന്നു പോവുക. എന്നാൽ ഈ ചെറുപ്പക്കാരൻ അങ്ങനെയല്ല. അവൻ പറഞ്ഞു, കർത്താവ് ഞാനും നിൻ്റെ കൂടെ പോരുക, നിന്നെ സേവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉടനെ കർത്താവ് പറഞ്ഞു, 19-ാമത്തെ വാക്യം, യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാസംഗികൻ പ്രസംഗിക്കുന്നതിനേക്കാളും പവർഫുള്ളാണ്. ആമേൻ. ഇവൻ ഇത്രയും കാലം അവിടെ പൈശാചിക ബന്ധനത്താൽ ആയിരുന്നു. അവൻ കല്ലറകളിൽ കിടന്നുറങ്ങുന്നവൻ, അവൻ തനിക്ക് തന്നെ മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്നവൻ, പല വിധത്തിൽ ആമേൻ ആ ദേശത്ത് കുപ്രസിദ്ധി ആർജിച്ചവന്. എന്നാൽ കർത്താവ് അവനെ സൗഖ്യമാക്കി എന്നുള്ള വിവരം, കർത്താവ് അവനെ യഥാസ്ഥാനപ്പെടുത്തി എന്നുള്ള വിവരം, ആമേൻ ഒരാൾ വന്ന് പ്രസംഗിക്കുന്നതിനേക്കാളും എഫക്റ്റാണ് അവൻ തന്നെ ചെന്ന് എല്ലാവരോടും പറയുന്നത്. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞു, നീ പോയി നിൻ്റെ നാട്ടുകാരോടും നിൻ്റെ വീട്ടുകാരോടും ഒക്കെ കർത്താവ് നിനക്ക് ചെയ്തത് നീ പ്രസ്താവിക്കാൻ പറഞ്ഞു. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ആ ദേശത്ത് ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളിലൂടെയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ മറ്റുള്ളവരോട് നമ്മൾ പറയണം. അത് ഭയങ്കര അനുഗ്രഹമാണ്. അത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അത് ഭയങ്കര കാരണമാകും. അതിലുപരി നമ്മുടെ അനുഗ്രഹത്തിന് അത് കാരണമാകും. നമ്മൾ പലപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ആരോടും പറയത്തില്ല, ഒരു മനുഷ്യനോട് പറയത്തില്ല. നമുക്കൊരു നാണക്കേട് പോലെ അങ്ങനെ വിചാരിക്കരുത്. കർത്താവ് ചെയ്യുന്ന ചെറിയ നന്മയാണെങ്കിലും വലിയ നന്മയാണെങ്കിലും ആമേൻ മറ്റുള്ളവരോട് പറയുവാൻ നമ്മൾ മടി കാണിക്കരുത്. പറയണം, കർത്താവ് എന്നെ സൗഖ്യം, എൻ്റെ കാലിന് ചെറിയൊരു വേദനയുണ്ട്, അതിൽ നിന്ന് കർത്താവ് എന്നെ സൗഖ്യമാക്കി എന്ന് പറയാൻ നമ്മൾ ധൈര്യം കാണിക്കും. അല്ല, വലിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് പറയുവാൻ ആമേൻ അനുഭവസ്ഥൻ പറയുന്നത് പോലെ മറ്റാർക്കും പറയാൻ പറ്റത്തില്ല. യേശുവിനെ ഉയർത്തുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന ഒരവസരം പോലും നമ്മൾ നഷ്ടമാക്കി കളയില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമുക്ക് സഭയിൽ ആളുകളുടെ നടുവിൽ നിന്ന് പറയണം. ആമേൻ, അതൊക്കെ നല്ല കാര്യം, അതിനവസരം കിട്ടുമ്പോൾ പറഞ്ഞോളൂ. എന്നാൽ എപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും എല്ലാ ദിവസവും യേശു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനെക്കുറിച്ച് മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കണം. അത് നിങ്ങളുടെ അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കും. ഇന്ന് നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ഓർത്തോണം, അടുത്ത സാക്ഷ്യം നിങ്ങളുടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. നന്ദിയുള്ള ഹൃദയം കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സമാധാനത്തോടെ എല്ലാവരോടും യേശുവിനെക്കുറിച്ച് പറയുക, കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് പറയുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ ആ പ്രവൃത്തികളെ മറ്റുള്ളവരോട് അറിയിക്കുന്ന കാര്യത്തിൽ ഒരു മടിയും കാണിക്കല്ലേ കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത്
നിങ്ങളുടെ അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കും, അത് നിങ്ങളുടെ നന്മയെ വർദ്ധിപ്പിക്കും, നിങ്ങളുടെ മുൻപോട്ടുള്ള വളർച്ചയെ വേഗത്തിലാക്കും, എല്ലാത്തിനും കാരണമാകും. അതുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളാകുക. യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനെന്ന് പറയുവാൻ. എൻ്റെ ഈ സൗഖ്യം അതിൻ്റെ തെളിവാണ്, എൻ്റെ ഈ വിടുതൽ അതിൻ്റെ തെളിവാണ്, എൻ്റെ മേൽ വന്ന ദൈവത്തിൻ്റെ കൃപ അതിൻ്റെ തെളിവാണെന്ന് പറയുവാൻ ധൈര്യം കാണിക്കുക, പറയുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.